ബംഗളൂരുവിൽ വൻ ലഹരി മരുന്ന് വേട്ട 6.5 കോടിയിലധികം രൂപയുടെ ലഹരി വസ്തുക്കളാണ് പോലീസ് പിടിച്ചെടുത്തത്. വ്യത്യസ്ത കേസുകളിലായി 8 മലയാളികളും ഒരു വിദേശിയുമാണ് പിടിയിലായത്. വിദേശിയിൽ നിന്ന് 1 കിലോ MDMA പിടിച്ചെടുത്തു. KB ശ്രീധരൻ ചേർന്നിട്ട്. ശ്രീധരൻ, കഴിഞ്ഞ ദിവസം ഗുജറാത്തിലായിരുന്നു വൻ ലഹരിവേട്ട, കോടികളുടെ ലഹരിവേട്ടയെങ്കിൽ ഇന്നതാ ഇപ്പോൾ ബംഗളൂരുവിലും ലഹരിവേട്ടയാണ്. ഈ പിടിച്ചെടുത്ത ആളുകളുടെ പശ്ചാത്തലവും ഈ ലഹരി മരുന്നിന്റെ മറ്റു വിശദാംശങ്ങളും ഒക്കെ എന്താണ്? രതീഷ്, ബംഗളൂരുവിൽ എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന ജിജോ പ്രസാദ് എന്നുള്ള വ്യക്തിയാണ് വലിയ തോതിൽ ലഹരി മരുന്നുമായി പിടിയിലായത്. ഏതായാലും ഇയാളുടെ കൈവശത്ത് നിന്ന് 1 കിലോഗ്രാം കഞ്ചാവും അതുപോലെ തന്നെ ഇയാളുടെ താമസ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് 2.5 കിലോ കഞ്ചാവുമാണ് പിടിച്ചെടുത്തത്. കഴിഞ്ഞ 8-ാം തീയതിയാണ് ഇയാളെ പോലീസ് പിടികൂടുന്നത്. ഇതുകൂടാതെ ഇയാളുടെ വീട്ടിൽ നിന്ന് ഏകദേശം 25 ലക്ഷം രൂപയുടെ കറൻസി നോട്ടുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ലഹരി ബംഗളൂരുവിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്നു എന്നുള്ളതാണ് ഇയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഏതായാലും സാധാരണയായിട്ട് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി ഒഴുകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിന് മറുവശത്ത്, അതായത് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് കഞ്ചാവ് എത്തിച്ച് വിൽപ്പന നടത്തുന്നു എന്നാണ് ഈ വ്യക്തി പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇയാൾ വിൽപ്പനയ്ക്ക് ഉപയോഗിച്ചിരുന്ന വാഹനവും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ, ടാബ്, ഇതൊക്കെ ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കൂടുതൽ ഇയാൾ ആർക്കൊക്കെ ഇത് വിറ്റിരുന്നു അവരെയൊക്കെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊരു കേസ് നടക്കുന്നത് വടക്കൻ ബംഗളൂരുവിലാണ്. യലഹങ്ക ന്യൂടൗൺ പോലീസ് പരിധിയിൽ 110 ഗ്രാം MDMA-യുമായാണ് 8 മലയാളി യുവാക്കളെ പിടികൂടുന്നത്. അങ്ങനെ 9 മലയാളികൾ ഈ 2 കേസുകളിലായിട്ട് പിടിയിലായിട്ടുണ്ട്. ഇവരുടെ കൈവശത്തു നിന്നും നിരവധി ഇലക്ട്രോണിക് ഉപകരണങ്ങളും, ഇവർ നിത്യം ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നാണ് പോലീസ് പറയുന്നത്. ഇതോടൊപ്പം ഏജൻ്റായിട്ടുള്ള നൈജീരിയൻ സ്വദേശിയായിട്ടുള്ള ഒരു ആളെ കൂടി പിടികൂടിയിട്ടുണ്ട്. ഇയാളിൽ നിന്ന് 1 കോടി രൂപ വില മതിക്കുന്ന MDMA-യും മറ്റു വസ്തുക്കളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ആകെ 6.77 കോടി രൂപയുടെ ലഹരി വസ്തുക്കളാണ് ഈ 3 കേസുകളിലായിട്ട് പിടിച്ചെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ വ്യാപകമായി പോലീസ് പരിശോധന നടത്തുന്നുണ്ട്. ലഹരി വിൽക്കുന്നവരെയും ഇത് ഉപയോഗിക്കുന്നവരെയും പിടികൂടുന്നതിന് വേണ്ടി പ്രത്യേക സംഘമൊക്കെ ബംഗളൂരു കമ്മീഷണർ കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏതായാലും അങ്ങനെ നടത്തിയ വ്യാപക റെയ്ഡിലാണ് ഈ 10ഓളം ആളുകൾ, അതിൽ 9 മലയാളികൾ ഉൾപ്പെടെ 10ഓളം ആളുകൾ പിടിയിലായിരിക്കുന്നത്. ശരി, KB ശ്രീധരനാണ് ലഹരി പിടിച്ചതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ബംഗളൂരുവിൽ നിന്ന് നൽകിയത്.